എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് മാനന്തവാടി രൂപത ചെറുപുഷ്പം മിഷൻ ലീഗ് രൂപത ഡയറക്ടർ റവറൻഡ് ഫാദർ സന്തോഷ് ഒറവാറന്തറ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. മലപ്പുറം ജില്ലയിൽ പാതിരിപ്പാടം ഒറവാറന്തറ സണ്ണി ഗ്രേസി ദമ്പതികളുടെ മകനായി ജനനം. +2 പഠനം പൂർത്തിയാക്കി 2006 ജൂൺ 15 മാനന്തവാടി മൗണ്ട് മേരി മൈനർ സെമിനാരിയിൽ അംഗമായി. തുടർന്ന് ആലുവ മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ നിന്ന് ഫിലോസഫി പഠനവും തൃശൂർ മേരിമാത മേജർ സെമിനാരിയിൽ നിന്നും തിയോളജി പഠനവും പൂർത്തീകരിച്ചു. 2018 ജനുവരി 2 അഭിവന്യ മാർ ജോസ് പൊരുന്നയിടം പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ സന്തോഷ് ഒറവാറന്തറ, മാനന്തവാടി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപത ഡയറക്ടർസനാണ്. എൻ്റെ മാതൃ ഇടവക മലപ്പുറം ജില്ലയിലെ മണിമോളി ഫൊറോനയിലെ പാതിരിപ്പാടം ഇടവകയാണ്. എൻ്റെ ചാച്ചൻ സണ്ണി, അമ്മ ഗ്രേസി, മൂത്ത ജ്യേഷ്ഠൻ സനീഷ്, അനുജൻ സനിൽ, ചേട്ടനും അനിയനും വിവാഹിതരാണ്. ചേട്ടൻ 2 പെമ്മക്കൾ, അനുജനും ഒരു പെൺകൊച്ച്. തീർച്ചയായിട്ടും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എൻ്റെ കുടുംബം വലിയ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. കുഞ്ഞുനാളിൽ ഞാൻ 3-ാമത്തെ വയസ്സ് മുതൽ അമ്മ വീട്ടിൽ നിന്നാണ് എൻ്റെ പഠനം ആരംഭിച്ചത്. ഞങ്ങൾ 3 ആമക്കൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പത്തിൽ അമ്മ വീട്ടിൽ 3-ാമത്തെ വയസ്സ് മുതൽ എന്നെ കൊണ്ടുപോയി ആക്കി. അവിടെ എൻ്റെ പ്രിയപ്പെട്ട വലിയ ചാച്ചൻ, അമ്മയുടെ ചാച്ചൻ മത്തക്കൊച്ചു ചേട്ടൻ, അവർ 9 മക്കളാണ്, 7 പെണ്ണും 2 ആൺമക്കളും. അവിടെ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ചാച്ചനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ചിട്ടയോട് കൂടിയിട്ട് വളരുവാനായിട്ട് 3-ാം വയസ്സ് മുതൽ 5-ാം ക്ലാസ് വരെ അമ്മ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അവിടെ ചാച്ചനും അമ്മയും അവിടുത്തെ കുടുംബാംഗങ്ങളുമൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എന്നെ കർക്കശത്തോടു കൂടിയിട്ട് ചെറുപ്പകാലത്ത് വളർത്തുവാനായിട്ട് ഇടവന്നു. കുടിയേറ്റ കർഷകരായിട്ടുള്ള അവർ പള്ളിയോട് ചേർന്ന് ആയിരുന്നു താമസിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അതോടൊപ്പം തന്നെ ധാരാളം പറമ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ മുതൽ ജോലി ചെയ്യുവാനായിട്ടുള്ള പരിശീലനം പ്രിയപ്പെട്ട ചാച്ചൻ എനിക്ക് നൽകിയിട്ടുണ്ട്. ചാച്ചൻ്റെ പേര് മത്തക്കൊച്ചേട്ടനാണ്. വളരെ കർക്കശക്കാരനും പട്ടാളച്ചിട്ട എന്ന് പറയുന്ന പോലെ ആ ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ജീവിത ശൈലി അവിടെ ചാച്ചനും അമ്മച്ചിയും പരിശീലിപ്പിക്കുവാനായിട്ടൊക്കെ ഇടവന്നു. ചെറുപ്പത്തിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ജോലി ചെയ്യുവാനായിട്ട് അവസരങ്ങളുണ്ടായിരുന്നു. പള്ളിയിൽ പോകുവാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ വ്യാപൃതനായിരുന്നു ഈ ചാച്ചൻ, അമ്മയുടെ ചാച്ചൻ മത്തക്കൊച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൈക്കാരനായിട്ടും അധ്യാപകനായിട്ടും ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് വളരെയധികം വർഷങ്ങളോളം ഇടവകയിൽ സുപരിചിതനാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു വ്യക്തിയായിട്ടാണ് ഈ ചാച്ചൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും തോമാസ് ലീഹായുടെ നാമത്തിലുള്ള ഒരു പള്ളി, പാലമാട് ഇടവക, അവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ചാച്ചൻ സുപരിചിതനായിരുന്നു. അതുകൊണ്ട് തന്നെ വേദപാഠ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇടവകയുടെ മധ്യസ്ഥനാരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അവിടുത്തെ മക്കൾ എഴുതി വെച്ചത് മത്തക്കൊച്ചേട്ടൻ്റെ പേരായിരുന്നു. കാരണം അത്രമാത്രം ഇടവകയിൽ സുപരിചിതനും എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടവരുമായിരുന്നതുകൊണ്ട് അവരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ഉത്തരം ഈ ചാച്ചൻ്റെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് 3-ാം വയസ്സ് മുതൽ അവിടുത്തെ ശിക്ഷണത്തിൽ, അവിടുത്തെ പരിചരണത്തിലൊക്കെ ജീവിക്കുമ്പോൾ
ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യ വഴിയിലേക്ക്, ജീവിതത്തിലേക്കൊക്കെ ഒരു വഴിത്താങ്ങായിട്ട്, വിളക്കായിട്ട് മാറിയത് പ്രിയപ്പെട്ട ഈ ചാച്ചൻ്റെ അന്നത്തെ ചിട്ടയായിട്ടുള്ള പരിശീലനങ്ങൾ എനിക്ക് ഉപകരിച്ചു എന്നുള്ളത് തീർച്ചയാണ്. ആരാധന ആരാധന. ബാല്യകാലത്ത് അമ്മ വീട്ടിൽ വളർന്ന കാലം അമ്മയുടെ പിതാവിൽ നിന്നും ലഭിച്ച ആത്മീയ ശിക്ഷണവും മാതൃഇടവകയായ പാതിരിപ്പാടം സെന്റ് മേരീസ് ഇടവകയിൽ നിന്നും ലഭിച്ച ആത്മീയ പ്രചോദനവും പൗരോഹിത്യ വഴി തിരഞ്ഞെടുക്കുവാൻ പ്രചോദനമായി തീർന്നു. അങ്ങനെ 5ാം ക്ലാസ് വരെ ഞാൻ ഈ അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കടന്നു വന്ന് അന്ന് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് പാലയമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ +2 പഠനത്തിന് ശേഷമാണ് എനിക്ക് ദൈവവിളി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ, ചിന്തയോട് കൂടിയിട്ട് സെമിനാരിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടവന്നത്. എൻ്റെ മാതൃഇടവക സെൻറ്റ് മേരീസ് പാതിരിപ്പാടം ഇടവകയാണ്. അവിടുത്തെ തുടർന്നുള്ള പഠനത്തിന് ശേഷം ഞാൻ സെമിനാരിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സെമിനാരിയിലേക്ക് പോകുവാനായിട്ട് ഉള്ളൊരു ചിന്ത എന്നിൽ ഉദിച്ചത് തന്നെ എൻ്റെ സ്വന്തം ആഗ്രഹത്തോടു കൂടിയിട്ടാണ്. മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റാരും അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടല്ല. എനിക്കിതുണ്ടായ ഒരു അനുഭവം, അതായത് 10ാം ക്ലാസ്, സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരിയിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ +2 കഴിഞ്ഞ് ആഗ്രഹിക്കുകയാണ് സെമിനാരിലേക്കൊക്കെ പോകണമെന്ന്. അതിനിലേക്ക് വളർത്തിയ അത് അവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപകരുടെ അല്ലെങ്കിൽ വൈദികരുടെ, സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ജീവിത സാക്ഷ്യമൊക്കെയാണ്. അവിടുത്തെ ഏതൊരു പ്രോഗ്രാമിലും പങ്കെടുക്കുവാനായിട്ട് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെതായിട്ടുള്ള KCAവിൻ്റെതായിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ എനിക്ക് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏത് അവസരത്തിലും പ്രത്യേകിച്ച് സ്കിറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ റോൾ അഭിനയിക്കുവാനൊക്കെ ആയിട്ടുള്ള ഒരു ആഹ്വാനം അധ്യാപകർ എനിക്ക് നൽകുകയാണ്. അപ്പോൾ ഞാൻ ഈശോയുടെ റോൾ അഭിനയിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഒരു ചിന്ത, എനിക്ക് അവസരങ്ങൾ ധാരാളമായിട്ടൊക്കെ ലഭിച്ചു. ഇതൊക്കെ എനിക്ക് ഓരോ പ്രോഗ്രാമുകളൊക്കെ ഈ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സെമിനാരിയിൽ പോകുവാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ 2006 ജൂൺ 15-ാം തീയതി സെമിനാരി പ്രവേശനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തെല്ലാം പറഞ്ഞാലും വീട്ടിനെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെയൊക്കെ വിട്ട് സെമിനാരിയിൽ ചേരുമ്പോൾ +2 കഴിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സെമിനാരിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു വേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം വീട്ടുകാരെയൊക്കെ മാറ്റി നിർത്തി തീർച്ചയായിട്ടും പോകുമ്പോൾ. അപ്പോൾ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചെറുപ്പം മുതലേ നന്നായിട്ട് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള ഒരവസരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ 3 ആൺമക്കളായിരുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിലെല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അമ്മയെ സഹായിക്കുന്ന ഒരു വലിയൊരു പ്രകൃതം ഉണ്ടായിരുന്നു. അത് കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നെ സെമിനാരിൽ ഇടുവാനായിട്ട് കുറച്ച് മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു ടീച്ചർ, ഒരു ഹിന്ദു ടീച്ചർ, പ്രിയ ടീച്ചറോട് അമ്മ ചെന്ന് പറയുന്നുണ്ട്, അവൻ സെമിനാരിയിൽ പോവുകയാണ്, എനിക്കത് ഒത്തിരി ഇഷ്ടമില്ല, എങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് പോകട്ടെ എന്ന് അമ്മ ആഗ്രഹിച്ചു. ടീച്ചർ എന്നോട് പറയുകയാണ്, നീ സെമിനാരിൽ പോകണം, അമ്മയെ സഹായിക്കണ്ടേ, കുടുംബജീവിതം പോരെ എന്നൊക്കെ ടീച്ചറും സൂചിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നും ആ ടീച്ചറുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ടീച്ചറുടെ എൻ്റെ പട്ടത്തിനൊക്കെ ടീച്ചറെ ഞാൻ വിളിക്കുവാനൊക്കെ ആയിട്ട് ഇടവന്നു. അപ്പോൾ അത്തരത്തിൽ ഞാൻ സെമിനാരിയിൽ ചേർന്നു. ഞങ്ങൾ ബാച്ച് 21 പേരുടെ ഒരു ബാച്ച്, 17 പേര് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരും 4 പേര് ഞങ്ങൾ +2 കഴിഞ്ഞ് വന്നവരും. ഇപ്പോൾ ആ ബാച്ചിൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ടാണ് ഞാനും ആ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സെമിനാരിയിലേക്ക് എത്തുമ്പോഴൊരു വേദനയുണ്ട്, ഒപ്പം തന്നെ സന്തോഷമൊക്കെയുണ്ട്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്കൊത്തിരി വിഷമങ്ങളുണ്ട്, കുടുംബത്തെ ഓർത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ദൈവവിളി സ്വീകരിച്ചാണ് മാറ്റപ്പെട്ടു എന്നുള്ളതിനെ പ്രതിയൊക്കെ നമുക്ക് സന്തോഷവും ആനന്ദവും ഒപ്പം തന്നെ വേദനയും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ സെമിനാരിയിലേക്ക് ഞാൻ കടന്ന് വന്നു. ഇപ്പോൾ കുടുംബത്തെ ഓർത്ത് അല്ലെങ്കിൽ മാറ്റപ്പെട്ടതിനെ ഓർത്തൊക്കെ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും
ദൈവ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടിയിട്ടാണ് ആ ബാച്ചിൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് ഞാൻ സെമിനാരിയിൽ സന്തോഷപൂർവ്വം ആയിരിക്കുകയാണ്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ആരാധനയുടെ സമയങ്ങളിലൊക്കെ നല്ലപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ഒക്കെ സാധിച്ചിട്ടുണ്ട്. അന്ന് സെമിനാരിലൊരു കൊയർ മാസ്റ്ററായിട്ട് നിതിൻ പാലക്കാട്ട് ബ്രദർ മനോഹരമായിട്ട് ആരാധനയിൽ ഇങ്ങനെ പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒക്കെ ഓർത്ത് കർത്താവിനോട് കൂടുതൽ സ്നേഹത്തോടു കൂടിയിട്ട്, താല്പര്യത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുവാനും പാടുവാനും ഒക്കെ ആയിട്ടൊക്കെ സാധിച്ചു. ഞാനൊരു വലിയൊരു പാട്ടുകാരനൊന്നും ആയിട്ടല്ല സെമിനാരിയിലൊക്കെയൊക്കെ വരുന്നത്. സെമിനാരിയുടെ പഠനത്തിലൂടെ നമ്മുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുവാനായിട്ട് അതിനുശേഷം അച്ഛനായതിനു ശേഷമൊക്കെ അവസരങ്ങൾ ലഭിക്കുകയാണ് പാടാനും പ്രസംഗിക്കുവാനും. തുടർന്ന് സെമിനാരിയുടെ ഓരോ നിമിഷങ്ങളിലും പ്ലസ് 2 കഴിഞ്ഞ് വന്നു. ഒരു വർഷത്തെ സെമിനാരിയുടെ കോഴ്സിന് ശേഷം ഡിഗ്രി പഠിക്കുവാനായിട്ട് പ്രൈവറ്റ് കോളേജിലേക്ക് പോവുകയാണ്. ഡിഗ്രിയുടെ 3 വർഷക്കാലം വളരെ മനോഹരമായി തീർന്ന് 4 വർഷം മൈനർ സെമിനാരിയിൽ 2 റെക്ടർമാരുടെ കീഴിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. തുടർന്നാണ് മേജർ സെമിനാരിയിലേക്ക്, ആലുവ മംഗലപ്പുഴ സെമിനാരിയിലേക്ക് പോകുന്നത്. അവിടുത്തെ തുടർന്നുള്ള 2 വർഷക്കാലം ഫിലോസഫി പഠനകാലം എനിക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിക്കുകയാണ്. പഠിക്കാനായിട്ട്, പാട്ടുപാടാനായിട്ട്, അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുവാനായിട്ട്. മൈനർ സെമിനാരിയിൽ സ്പോർട്സിൽ വോളിബോളായിരുന്നു. തുടർന്ന് ആലുവ സെമിനാരിലും വോളിബോളും, തുടർന്ന് ഫുട്ബോൾ കളിക്കുവാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ആ പഠനത്തിന് ശേഷം, ഫിലോസഫി പഠനത്തിന് ശേഷമാണ് PG പഠനകാലം. മാനന്തവാടി രൂപതയിൽ മാർ ജോസ് പൊരുന്നേടം പിതാവ് ഫിലോസഫി പഠനത്തിന് ശേഷം 2 വർഷം ഞങ്ങളെ PG പഠിക്കുവാനായിട്ട് പറഞ്ഞയക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഇപ്രകാരമാണ്: നമ്മളുടെ ജോലി ചെയ്ത് നമ്മുടെ ആ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു കാര്യം. അങ്ങനെ PG പഠിക്കുവാനായിട്ട് 2 വർഷം ഡിസ്റ്റൻസായിട്ട് MA ഇംഗ്ലീഷ് പഠിക്കുന്നു. ഒപ്പം തന്നെ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യം കർണാടകയിലുണ്ടായി. അതും പൂർത്തിയാക്കിയതിന് ശേഷമാണ് തുടർന്ന് സെമിനാരിയിൽ വീണ്ടും ചേരുകയും തൃശ്ശൂർ മേജർ സെമിനാരിയിൽ തിയോളജി പഠനം ആരംഭിക്കുകയും ചെയ്യുന്നത്. തിയോളജി പഠനം 3.5 വർഷക്കാലം വളരെ നന്നായിട്ട് തിയോളജി പഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ഒത്തിരിയധികം അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവിക കൃപയാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന വർഷമാണ്. നമ്മളെ തന്നെ അറിയുവാൻ, നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കുവാനായിട്ടുള്ള, പൗരോഹിത്യത്തിലേക്ക് വളരുവാനായിട്ടുള്ള, അല്ലെങ്കിൽ അടുക്കുവാനായിട്ടുള്ള വലിയ ഒരുക്കം വിവിധ ശുശ്രൂഷകളിലൂടെ അവിടുന്ന് സാധ്യമായി. മേരിമാത മേജർ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് വിവിധ ഇടവകളിലൂടെ കടന്നു ചെല്ലുവാനായി ഒക്കെയായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത്, അത് നമുക്ക് പാസ്റ്ററൽ മിനിസ്ട്രിയിൽ വളരെയധികം അനുഭവങ്ങൾ ലഭിക്കുവാനായിട്ടുള്ളൊരു പഠനം രീതികളായിട്ട് തൃശ്ശൂർ മേജർ സെമിനാരിയിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. അതൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് ഓർക്കുകയാണ്. എക്സ്പോഷർ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഒരാഴ്ചയൊക്കെ ഞങ്ങൾ പുറത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോയി വിവിധ, അല്ലെങ്കിൽ സെമിനാരിക്കാരനായി ഇട്ടാണെങ്കിൽ കൂടിയും അവിടെ ആ സെമിനാരിക്കാരനാണെന്ന് അറിയപ്പെടാതെ പുറത്ത് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ വിവിധ സ്ഥലങ്ങളിൽ നമ്മളെ പരസ്യപ്പെടുത്താതെ, നമ്മുടെ പേര് നമ്മൾ ആരാണെന്ന് പരസ്യപ്പെടുത്താതെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ നല്ലൊരു അനുഭവം, എങ്ങനെ ഒരു മേസ്ത്രിയുടെ കൂടെ തൊഴിലാളിയായിട്ട് ജോലി ചെയ്തുകൊണ്ട് അധ്വാനിക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളിലുമൊക്കെ പങ്കുചേരുവാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്പോഷർ പ്രോഗ്രാമിലൂടെയൊക്കെ ഞങ്ങൾക്ക് സെമിനാരി കാലഘട്ടങ്ങളിൽ ലഭിക്കുകയാണ്. ഇതൊക്കെ സന്തോഷത്തോടു കൂടിയിട്ടാണ്, അഭിമാനത്തോടു കൂടി ഇന്നും ഓർക്കുകയാണ്. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല.
മാനന്തവാടി രൂപതയുടെ വിവിധ ഇടവകകളിൽ സേവനം ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തോളമായി മാനന്തവാടി രൂപത ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ രൂപത ഡയറക്ടർ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് ഫാദർ സന്തോഷ് ഒറവറാന്തറ അച്ഛൻ. നിന്നിൽ ഞാനും ചേർന്നിടുന്നു. തുടർന്ന് വൈദികനായത് 2017 ബാച്ച് 2018 ജനുവരി 2-ാം തീയതി പാതിരിപ്പാടം ഇടവകയിൽ ഞാൻ അഭിവന്ദ ജോസ് പൊരുന്നേടം പിതാവിൻ്റെ കൈവ ശുശ്രൂഷയിലൂടെ വൈദികനായിട്ട് തീരുകയാണ്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗായിട്ട് വികാരിയായിട്ട് ബഹുമാനപ്പെട്ട വിൻസെൻ്റ് കളപ്പുരയിലച്ഛൻ്റെ കീഴിൽ ചുങ്കക്കുന്ന് ഫാത്തിമാത ഇടവകയിൽ ഫൊറോന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയാണ്. ഞങ്ങളുടെ രൂപതയിലെ വലിയൊരു ഇടവകയാണ്. 1000-ൻ്റെ മുകളിൽ വീട്ടുകാരുള്ള ഈ ഇടവകയിൽ വളരെ നന്നായിട്ട് വികാരിയച്ഛനോട് ചേർന്ന് സഹവികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ കഴിവുകൾ, അത് ഞാൻ സെമിനാരിയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അന്ന് ലഭിച്ച ശുശ്രൂഷകൾ ഇവിടെ ഇടവകയിൽ ചെയ്യുവാനായിട്ടുള്ള വലിയ അവസരങ്ങൾ ലഭിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയൊരു പാട്ടുകാരനോ ഒന്നും ആയിരുന്നില്ല. എങ്കിൽ കൂടിയും അവിടുന്ന് ലഭിച്ച പരിശീലനം, അത് വികാരിയച്ഛൻ്റെ കീഴിൽ ലഭിച്ച അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് രൂപതയുടെ പട്ടശുശ്രൂഷകൾക്കൊക്കെ ഗാനശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു തുടക്കം എനിക്ക് ഈ ചുങ്കക്കുന്ന് ഇടവകയിൽ നിന്ന് അവസരമാണ് ലഭിക്കുകയുണ്ടായത്. ഞങ്ങളുടെ രൂപതയിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ സോണി വടയാപറമ്പിൽ അച്ഛൻ നേതൃത്വം നൽകുന്നൊരു കൊയറുണ്ട്. അപ്പോൾ അന്നൊരു ഞങ്ങളുടെ ചുങ്കക്കുന്ന് ഇടവകയിൽ ഒരു പട്ടമുണ്ടായിരുന്നു. അച്ഛനെയായിരുന്നു ഞാൻ ഏൽപ്പിച്ചത്. അച്ഛൻ അന്ന് മറ്റ് ഒരു യാത്ര പെട്ടെന്നുണ്ടായതുകൊണ്ട് ആ കൊയർ എന്നെ ഏൽപ്പിക്കുവാനായിട്ടുള്ള അവസരം ബഹുമാനപ്പെട്ട സോണി വടയാപറമ്പിൽ എനിക്ക് നൽകുകയാണ്. അന്ന് ആരംഭിച്ച ഒരു പൗരോഹിത്യ ശുശ്രൂഷ, പട്ടശുശ്രൂഷയിലെ ഗാനങ്ങൾക്ക് ഇന്ന് ഞാൻ 8 വർഷം പുരോഹിതനായിട്ട് നിൽക്കുമ്പോൾ 25-ന് മുകളിലായിട്ടുള്ള വൈദികരുടെ പട്ടശുശ്രൂഷയിൽ ഗാനശുശ്രൂഷ നൽകുവാനായിട്ട് എനിക്ക് അവസരം ഒരു ചുങ്കക്കുന്ന് ഇടവകയിൽ നിന്ന് ലഭിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു മുഹൂർത്തത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ദൈവം നൽകിയ വഴി നടത്തിയ ആ കൃപകളെ നന്ദിപൂർവം ഓർക്കുകയാണ്. സങ്കീർത്തനം 136:1 കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിൻ്റെ ആ സ്നേഹം, അവിടുത്തെ കാരുണ്യം എന്നും അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആ ദൈവിക സ്നേഹത്തെ വാഴ്ത്തുവാൻ, പുകഴ്ത്തുവാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ ധാരാളമുണ്ട്. ആ ഒരു സമയത്ത് എന്നെ കൂടുതൽ സ്പർശിച്ച ഒരു ഗാനം ഉണ്ട്. ഒരു ജീവിതം മുഴുവൻ സ്നേഹം മുഴുവൻ എൻ പ്രാണൻ മുഴുവൻ നിന്നിലേകുന്നു. ഒരു ജീവിതം മുഴുവൻ സ്നേഹം മുഴുവൻ എൻ പ്രാണൻ മുഴുവൻ നിന്നിലേകുന്നു. ഒരു ജീവിതം മുഴുവൻ സ്നേഹം മുഴുവൻ എൻ പ്രാണൻ മുഴുവൻ നിന്നിലേകുന്നു. ഒരു ജീവിതം മുഴുവൻ. സെമിനാരി ജീവിതത്തിൽ ദൈവിക അനുഗ്രഹവുമായി തന്നിൽ വന്നു നിറഞ്ഞ സംഗീതം ഗായകൻ എന്ന നിലയിൽ പട്ടത്ത ശുശ്രൂഷകളിലും നിരവധി ആത്മീയ സംഗമങ്ങളിലെ ഗാനശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാൻ ഉപകാരപ്രദമായി മാറി. ഇന്ന് ക്രൈസ്തവ ഗായകൻ എന്ന നിലയിലും ഫാദർ സന്തോഷ് ഒറവറാന്തറ അച്ഛൻ തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. സ്വീകരിക്കണമേ ദൈവമേ, എന്നെ അങ്ങിലേകുന്നു. ദൈവമേ
ആദ്യമേ സൂചിപ്പിച്ചു, ഞാനൊരു സംഗീതം പഠിച്ച ഒരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ അന്നാ പെസഹ തിരുനാളിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ നമ്മൾ ആരംഭിക്കുന്ന ആ വിശുദ്ധ കുർബാനയിലെ ഓരോ ഗാനങ്ങളും നമുക്ക് രാവിലെ നല്ല വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ, ഭക്തിയോടുകൂടി കുർബാന അർപ്പിക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് എൻ്റെ ഈ ഗാന ശുശ്രൂഷകളെയൊക്കെ പ്രത്യേകിച്ച് വളർത്തുവാനായിട്ടൊക്കെ എനിക്ക് ഇടവന്നത്. വിശുദ്ധ കുർബാനയിലൂടെ, കുർബാനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ പൗരോഹിത്യത്തിൻ്റെ മഹനീയമായിട്ടുള്ള നിമിഷങ്ങൾ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, രൂപതയിൽ ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലെ ഗാന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരങ്ങൾ രൂപത നൽകുമ്പോഴും അതോടൊപ്പം തന്നെ വൈദികരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഗാനമാലപിക്കുവാനായിട്ട് രൂപതയിലെ മറ്റ് വിവിധ പ്രോഗ്രാമുകളിലൊക്കെ പാടുവാനായിട്ട്, ഗാന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മറ്റ് വൈദികരുടെ കൂടെ, സിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ, അൽമാരുടെ കൂടെയൊക്കെ അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വർദ്ധിക്കുവാനൊക്കെയായിട്ട് ഓരോ നിമിഷവും സാധിച്ചു. അതോടൊപ്പം തന്നെ കുറച്ച് യൂട്യൂബ് ചാനലിലൂടെയൊക്കെ എൻ്റെ ഗാനങ്ങൾ മറ്റുള്ളവർ പ്രസിദ്ധീകരിക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചതൊക്കെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ബാല്യ കൗമാര കാലയളവുകളിൽ തന്നെ തന്നിൽ വന്നു നിറഞ്ഞ ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമായി പൗരോഹിത്യ വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ശ്രേഷ്ഠകരമായ പുരോഹിത ജീവിതം തുടരുകയാണ് ഫാദർ സന്തോഷ് ഉറവറാന്തറ അച്ഛൻ. 2006 ജൂൺ 15 സെമിനാരിൽ ചേരുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ആഴ്ചയിൽ എൻ്റെ ഇടവകയിൽ വികാരിയച്ഛനും സംഘടനക്കാരും ചേർന്ന് യാത്രയാക്കുമ്പോൾ ആ മിഷൻ ലീഗിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവർ നൽകിയൊരു സമ്മാനമുണ്ട്. അതൊരു ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബൈബിളായിരുന്നു. ആ ബൈബിളിൽ അതിൻ്റെ ആരംഭത്തിൽ അവർ എഴുതി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എഴുതിയൊരു കാര്യമുണ്ട്. അത് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ഒരു വാക്യമാണ്. അത് സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന് പറയും വിശുദ്ധ കൊച്ചുത്രേസ്യ. അത് ചെറുപ്പുഷ്പ മിഷൻ ലീഗിൻ്റെ സ്വർഗീയ മധ്യസ്ഥയാണ്. സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന് പറയുന്ന ആ വാക്യം ഇന്ന് ഞാൻ മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ആ വചനം ഇന്നും എൻ്റെ ആ വാക്കിൻ്റെ ആ സംഭവം ഇന്നും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സ്നേഹമാണ് എൻ്റെ ദൈവവിളി. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഈ സംഘടനയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ് 3 ലക്ഷ്യങ്ങളാണ്: പ്രേക്ഷിത പ്രവർത്തനം, ദൈവവിളി പ്രോത്സാഹനം, വ്യക്തിത്വ വികാസനം. ഈ ഒരു ലക്ഷ്യത്തിൽ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത് ഓരോ ശാഖയിലേക്കും ഇടവകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് എൻ്റെ വാക്ക്, എൻ്റെ പ്രവർത്തികൾ ഈ കുഞ്ഞു മക്കളിലേക്ക് ഈ സംഘടനയിലൂടെ ഒരു നിമിഷം പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ഓരോ പ്രവർത്തനങ്ങളിലൂടെ, അതായത് വിശ്വാസ പരിശീലനം, വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്, അതിൻ്റെ പ്രവൃത്തി പദത്തിലെത്തിക്കുന്നത് ഈ തരത്തിലുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ഇടവകയിലും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അനേകരെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട്, തങ്ങളുടെ വ്യക്തിത്വത്തെ എന്നും വളർത്തുവാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനം, ദൈവവിളി പ്രോത്സാഹനം, ഇത്തരത്തിൽ ഈ ലക്ഷ്യങ്ങൾ എന്നും മുൻനിർത്തി കൊണ്ടുപോകുവാനായിട്ട് ഈ സംഘടനയിലൂടെ സാധിക്കുന്നു. അതൊക്കെ നമുക്ക് ഓരോ ഇടവകയിലും നമ്മൾ ചെല്ലുമ്പോൾ അതിലൂടെ ഈ മിഷൻ ലീഗിലൂടെ വളർന്നു വന്ന അനേകർ ഇന്ന് സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അനേകം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ വളർത്തിയെടുത്തത് ഈ ഒരു സംഘടനയിലൂടെയാണ്. അപ്പോൾ അനേകർ മിഷനറിമാർ വിവിധ ഇടങ്ങളിലേക്കൊക്കെ വളർന്നു വന്നതും ഈ ഒരു സംഘടനയിലൂടെയാണെന്ന് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രൂപതയുടെ ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ഓരോ ഇടവകളിലേക്ക് ചെല്ലുമ്പോൾ ദൈവിക സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കുക, അതിന് ഏറ്റവും പരമപ്രധാനമായിട്ട് നിൽക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഓരോ ദിവസവും അനുഷ്ഠിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ, അർപ്പിക്കുമ്പോൾ അതിലൂടെ ദൈവിക മക്കളെ നമുക്ക് ലഭിക്കുകയാണ്. പിന്നീട് നമ്മളുടെ ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കതിലൂടെയൊക്കെ ഒത്തിരി പേരെ ഈ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട്
മക്കളെ ദൈവവിളിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുവാനായിട്ടുള്ള വ്യക്തിത്വ വികാസനങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ സാധിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിലൂടെ, ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഓരോ നിമിഷവും അതിനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിക്കുകയാണ്. അഭിവന്ദ്യ ജോസ് പുരന്നേടം പിതാവിനെയും സഹ മെത്രാൻ അലക്സ് താരാമംഗലം പിതാവിൻ്റെയും ഒക്കെ വലിയ സപ്പോർട്ട്, പ്രോത്സാഹനം ഇന്ന് മാനന്തവാടി രൂപതയുടെ ഈ പ്രവർത്തനത്തിന്, ഈ സംഘടനാ പ്രവർത്തനത്തിന് എനിക്ക് ലഭിക്കുകയാണ്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിലുള്ളവരുടെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അനുദിനം ഓരോ പ്രവർത്തനങ്ങൾ ഓരോ ശാഖയിലും രൂപതയുടെ വിവിധ ശാഖകളിൽ ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 24-ാം വാക്യം, എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. കർത്താവായ ദൈവത്തിൻ്റെ ആ വിളി, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു എന്നുള്ളതാണ്. ദൈവവിളിയെക്കുറിച്ച് ഇത്രയും നേരം സംസാരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് ദൈവിക കൃപയാണ്. കർത്താവിൻ്റെ സ്നേഹവും അവിടുത്തെ കാരുണ്യമെല്ലാം അനന്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ വിളിയിൽ എന്നും വിശ്വസ്തയോടുകൂടി നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളോരോരുത്തരെയും കർത്താവിൻ്റെ ആ വിളി സ്വീകരിക്കുവാനായിട്ട് അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിലൂടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് പോകുവാൻ ദൈവീക അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു ജീവിതം മുഴുവൻ സ്നേഹം. മാനന്തവാടി രൂപത ചെറുപുഷ്പം മിഷൻ ലീഗ് ഡയറക്ടർ എന്ന നിലയിൽ തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ദൈവിക സാന്നിധ്യവും ദൈവിക സ്നേഹവും പകർന്നു നൽകിക്കൊണ്ട് ശുശ്രൂഷ വഴികളിൽ മുന്നേറുകയാണ് ഫാദർ സന്തോഷ് ഉറവറാന്തറ അച്ഛൻ. മാനന്തവാടി രൂപത ചെറുപുഷ്പം മിഷൻ ലീഗ് രൂപത ഡയറക്ടർ ഫാദർ സന്തോഷ് ഉറവറാന്തറ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവമേ, എന്നെ സ്വീകരിക്കണമേ. ദൈവമേ, എന്നെ അങ്ങിലേകുന്നു. ദൈവമേ, എന്നെ സ്വീകരിക്കണമേ.